വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന കോംപ്ലക്സേഷൻ ആണ് കേട്ടോ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ എങ്ങനെയാണെങ്കിലും 10 മാർക്കിന് കോംപ്ലക്സേഷൻ എങ്ങനെയാണെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഫാർമസ്യൂട്ടിക്കലിൽ കോംപ്ലക്സേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു ഡ്രഗ് ചില സമയത്ത് നമുക്ക് പ്രോപ്പർ സോലബിലിറ്റിയോ അല്ലെങ്കിൽ പ്രോപ്പർ അബ്സോർപ്ഷനോ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കോംപ്ലക്സേഷൻ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, നമുക്ക് അതിനൊരു വാട്ടർ സോലബിലിറ്റി കിട്ടുക, അല്ലെങ്കിൽ എന്താണ് ബേസിക്കലി ബയോ അവൈലബിലിറ്റി കൂട്ടി കിട്ടുക, അങ്ങനെയുള്ള പല രീതി നമുക്ക് കോംപ്ലക്സേഷൻ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടൈപ്പ് ഓഫ് കോംപ്ലക്സേഷൻ നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മെറ്റൽ അയൺ കോംപ്ലക്സ്, ഓർഗാനിക് മോളിക്കുലർ കോംപ്ലക്സ് ആൻഡ് നോൺ ബോണ്ട് കോംപ്ലക്സ്. സോ മെറ്റൽ അയോണിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ഇനോർഗാനിക്, ചീലേറ്റ്സ്, ഒലിഫീൻസ് ആൻഡ് അരോമാറ്റിക് ടൈപ്പ്. സോ എന്താണ്, ഇനോർഗാനിക് ഉണ്ട്, ചീലേറ്റ്സ് ഉണ്ട് ആൻഡ് ഒലിഫീൻ ഉണ്ട് ആൻഡ് അരോമാറ്റിക് ടൈപ്സുകളാണ് മെറ്റൽ അയൺ കോംപ്ലക്സിലുള്ളത്. ഈ കോംപ്ലക്സുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റൽ അയൺ കോംപ്ലക്സിൽ സെന്റർ മെറ്റൽ ആറ്റമോ അല്ലെങ്കിൽ അയൺ ബോണ്ടഡ് ടു ലിഗാൻഡ്സോ ആയിരിക്കും. ദീസ് കോംപ്ലക്സ് ഹാവ് എ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയൺ ബോണ്ടഡ് ടു ലിഗാൻഡ്സ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, മെറ്റൽ അയൺ കോംപ്ലക്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ചീലേറ്റ്സോ ഒലിയോഫൈനോ അല്ലെങ്കിൽ അരോമാറ്റിക് ടൈപ്പ് ആയിരിക്കും. ഇതിന് കോംപ്ലക്സ് ഹാവിങ് എ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോണിക് ബോണ്ട് ടു ലിഗാൻഡ്. ഇതാണ് മെറ്റൽ അയോൺ എന്ന് ആലോചിക്കുക. സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് ആലോചിച്ചാൽ അപ്പോൾ മെറ്റൽ അയോൺ കിട്ടുമല്ലോ. സോ രണ്ടാമത്തെ ഓർഗാനിക് മോളിക്കുലർ കോംപ്ലക്സ് ആണ്. സോ എൻകംബേഴ്സസ് ക്വിൻ ഹൈഡ്രോൺ, പിക്രിക് ആസിഡ്, കഫീൻ ആൻഡ് പോളിമർ ടൈപ്പ്. സോ ഇത് ടൈപ്സ് ആണ് കേട്ടോ. സോ പിക്രിക് ആസിഡ്, കഫീന്, പോളിമേഴ്സ് ടൈപ്പ് ഒക്കെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസുകൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പേര് പറയുന്ന പോലെ ഓർഗാനിക് മോളിക്കുലർ കോംപ്ലക്സ് എന്ന് പറയുന്ന പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റൽ ആൻഡ് കോംപ്ലക്സ് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾ കോംപ്ലക്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോൺ ബോണ്ട് കോംപ്ലക്സ് ആണ്. ഇതിനെ നമ്മൾ ഇൻക്ലൂഷൻ കോംപ്ലക്സ് എന്നും പറയുന്നുണ്ട്, എന്നിട്ട് ഇംഗ്ലീഷ് കോംപ്ലക്സ് എന്നും പറയാറുണ്ട്. സോ ഇവിടെ ചാൻലാറ്റിക്, ലെയർ മോണോമോളിക്കുലാർ അല്ലെങ്കിൽ കാൽട്രേറ്റ്സ് അതൊക്കെയാണ് ലൈക്ക് ബേസിക്കലി മാക്രോ മോളിക്കുലർ ടൈപ്സ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇൻക്ലൂഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ്, കാൽട്രേറ്റ്സ്, ചാൻലാറ്റിക്, ലെയർ മോണോമോളിക്കുലാർ അല്ലെങ്കിൽ മാക്രോ മോളിക്കുലർ ടൈപ്പ് ഒക്കെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഒക്കെ ജസ്റ്റ് പഠിച്ചു വെക്കുക, പറ്റുന്നതൊക്കെ മാക്സിമം 2-3 പഠിച്ചു വെക്കുക കേട്ടോ. സോ നമുക്ക് നോക്കാം മെറ്റൽ അയൺ കോംപ്ലക്സ്. എന്താണ് മെറ്റൽ അയൺ കോംപ്ലക്സ് എന്ന് പറഞ്ഞു? മെറ്റൽ കോംപ്ലക്സിൽ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയൺ ബോണ്ടഡ് 1 or more ലിഗാൻഡ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ മെറ്റൽ അയൺസ് ഒന്നുകിൽ ന്യൂട്രൽ ആകാം, ഇല്ലെങ്കിൽ പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആകാം. ഒന്നുകിൽ ന്യൂട്രൽ ആകാം, അല്ലെങ്കിൽ പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആകാം. ഇനി ലിഗാൻഡ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ബേസിക്കലി ലിഗാൻഡ് എല്ലാം അയോൺസ് ആണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് കണ്ടെയ്നിങ് 1 or more പെയർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് എ മെറ്റൽ. അപ്പം ഒന്നെങ്കിൽ ലിഗാൻഡുകളെല്ലാം അയോൺസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മോളിക്യൂൾസിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അത് മെറ്റലുമായിട്ട് ഷെയർ ചെയ്യാൻ തരത്തിലുള്ള ഒരു അവൈലബിലിറ്റിയും അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല ദേ ഫോം കോർഡിനേറ്റ് ഓർ ഡാവിഡ് കോവാലന്റ് ബോണ്ട് വിത്ത് സെൻട്രൽ അയൺ. സോ സെൻട്രൽ അയണുമായിട്ട് എന്ത് ചെയ്യുന്നു, അവരൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ഡാവിഡ് കോവാലന്റ് ബോണ്ടോ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് ബോണ്ടോ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് കോംപ്ലക്സ് അയൺ ഫോർമേഷൻ, ഇലക്ട്രിക്കലി ചാർജ് മെറ്റൽ കോംപ്ലക്സ് ആർ കോൾഡ് കോംപ്ലക്സ് അയൺ. സോ ബേസിക്കലി എന്താണ് കോംപ്ലക്സ് അയൺ? സോ കോംപ്ലക്സ് അയൺ ഫോർമേഷൻ ചില ഇലക്ട്രിക്കലി ചാർജ്ഡ് മെറ്റൽ കോംപ്ലക്സുകൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നത് നമ്മൾ കോംപ്ലക്സ് അയൺ എന്ന് പറയുക. ദേ ഹാവ് എ മെറ്റൽ അയൺ അറ്റ് ദ സെന്റർ സറൗണ്ടിങ് ബൈ അതർ മോളിക്യൂൾ ഓർ അയോൺ. സോ ബേസിക്കലി ഒന്നെങ്കിൽ എന്തായിരിക്കും, ഒരു മെറ്റൽ അയോൺ അത് സറൗണ്ട് ചെയ്തുകൊണ്ട് മോളിക്യൂൾസും അയോൺസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ബേസിക്കലി സെൻട്രൽ ആറ്റം മെറ്റൽ അയോണിക് കോംപ്ലക്സിന് സെൻട്രൽ ആറ്റം സ്ട്രക്ചർ പറഞ്ഞു, ലിഗാൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആൻഡ് കോംപ്ലക്സ് അയൺ ഫോർമേഷൻ ഉണ്ട്. ഇത് മെറ്റൽ അയോണിന്റെ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ ചീലേറ്റ്സ് ആൻഡ് ഒലാഫിൻ കോംപ്ലക്സ് ആണ്. സോ ഇത് ഡിഫറെന്റ് ടൈപ്പ് ആണ് കേട്ടോ. ഞാൻ ഇത് നെക്സ്റ്റ് പറയാവുന്ന ഡിഫറെന്റ് ടൈപ്പിനോട് പറഞ്ഞല്ലോ, മെറ്റൽ അയൺസിൽ ചീലേറ്റ്സ് ഉണ്ട്, ഒലാഫിൻ ഉണ്ട്, അരോമാറ്റിക് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെയാണ് എക്സാമ്പിൾസ് പറയുന്നത്. സോ ചീലേറ്റ്സ് എന്ന് വെച്ചാൽ കോമ്പൗണ്ട് കണ്ടെയ്നിങ് എ ലിഗാൻഡ് ബോണ്ട് ടു സെൻട്രൽ മെറ്റൽ ആറ്റം അറ്റ് 2 or more പോയിന്റ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം, അത് ഓൾറെഡി ഞാൻ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. സോ ചീലേറ്റ് ഇൻവോൾവ് ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ കോർഡിനേറ്റ് ബോണ്ട് ബിറ്റ്വീൻ എ പോളിഹെഡ്രൽ ലിഗാൻഡ് ആൻഡ് എ സിംഗിൾ സെൻട്രൽ ആറ്റം. ഒരു സിംഗിൾ സെൻട്രൽ ആറ്റം വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ പോളി എന്ന് പറയുമ്പോൾ എത്ര മൾട്ടിപ്പിൾ കോർഡിനേഷൻസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ കോർഡിനേറ്റ് ബോൺസുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ ബേസിക്കലി ചീലേറ്റ്സ്. അപ്പൊ ചീലേറ്റ്സ് എന്നാണ് ഇൻവോൾവ് മൾട്ടിപ്പിൾ കോർഡിനേറ്റ് ബോൺസുകൾ ഉണ്ടാകും. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാലും മതി കേട്ടോ. സോ ബേസിക്കലി സെൻട്രൽ ആറ്റം ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഒലീഫിൻ കോംപ്ലക്സ് ആണ്. സോ കമ്പൗണ്ട്സ് മേ
up of hydrogen and carbon containing one or more pair of carbon atom linked by a double bond. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഹൈഡ്രജനും കാർബണും കൊണ്ടിട്ടായിരിക്കും ഈ ഒലീഫിൻ കോംപ്ലക്സുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, അവിടെ ഡബിൾ ബോണ്ടും ആയിരിക്കും എന്നുള്ളതാണ് ഒലീഫിൻ കോംപ്ലക്സ്. സോ ബേസിക്കലി അൺസാച്ചുറേറ്റ് ഹൈഡ്രോ കാർബൺസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ചീലേറ്റിംഗ് ഏജൻസ് ആണ്. എന്താ ചീലേറ്റിംഗ് ഏജൻസ്? ഓൾസോ നോൺ ആസ് ചീലേറ്റേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സെസ്ക്യൂ സ്റ്റെറിംഗ് ഏജന്റ് എന്ന് പറയാറുണ്ട്. സോ ബേസിക്കലി ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ദാറ്റ് ഫോം ചീലേറ്റ്. സോ ചീലേറ്റ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് എന്ത് ചീലേറ്റിംഗ് ഏജന്റ് എന്ന് പറയാം. സോ ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാം. സോ അരോമാറ്റിക് കൂടെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് അരോമാറ്റിക് കോംപ്ലക്സ് ആണ്. സോ ഡെഫിനിഷൻ എന്താണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓൾസോ നോൺ ആസ് അറൈൻസ്. അരോമാറ്റിക് കോമ്പൗണ്ടിനെ അറൈൻസ് എന്നും പറയാറുണ്ട്. സോ കെമിക്കൽ കണ്ടെയ്നിങ് കോൺജുഗേറ്റ് പ്ലാനർ റിംഗ് സിസ്റ്റം വിത്ത് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ്സ്. ഇവിടെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ്സുകൾ ഉണ്ടായിരിക്കും. സോ സിഗ്മ ബോണ്ടിന് ക്യാരക്ടർ പറയുന്നുണ്ട്. ദ സ്ട്രോങ്സ്റ്റ് ടൈപ്പ് ഓഫ് കോവലന്റ് കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ അറ്റോമിക് ഓർബിറ്റൽ. സോ ബേസിക്കലി ഇവിടെ സ്ട്രോങ്സ്റ്റ് ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് ഒരു കെമിക്കൽ ബോണ്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സിഗ്മ ബോണ്ട് ആയിട്ട്. ആൻഡ് പൈ ബോണ്ട് ഉണ്ട്. കോവലന്റ് കെമിക്കൽ ബോണ്ട് വെൻ 2 lobes of an orbital on one atom overlap 2 lobes of an orbital on another atom laterally. സോ ഒന്ന് മറ്റൊന്നിന്റെ മേലെ ആയിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇവിടെ കോവലന്റ് കെമിക്കൽ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, 2 lobes of an orbital on one atom overlap 2 lobes of an orbit on another atom. കണ്ടോ, അത് 2 ഓർബിറ്റൽ ഓഫ് ആറ്റത്തിന് മറ്റൊരു 2 ഓർബിറ്റലിന്റെ മേലെ ഓവർലാപ്ഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ് സാൻഡ്വിച്ച് കമ്പൗണ്ട്. സോ കെമിക്കൽ കോമ്പൗണ്ട് ഫീച്ചറിംഗ് എ മെറ്റൽ ബോണ്ട് ബൈ ഹെപ്പാറ്റിക് കോവാലന്റ് ബോണ്ട് to arene ligand with a metal situated between 2 rings. So basically ഈ സാൻഡ്വിച്ച് പോലെ ഇല്ലേ, സാൻഡ്വിച്ച് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 2 റിങ്ങിനും ഇടയിൽ മെറ്റൽ എന്ത് ചെയ്യുന്നു, സിറ്റുവേറ്റ് ചെയ്യുന്നത്. മെറ്റൽ സിറ്റുവേറ്റ് ബിറ്റ്വീൻ 2 റിങ്സ് ആണ്. സോ ബൗണ്ട് വിത്ത് ഹെപ്പാറ്റിക് കോവാലന്റ് ബോണ്ട് ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഇനി എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് പറയാം. സോ ഞാൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റാലിക് അയൺ കോംപ്ലക്സ് പറഞ്ഞു, ചീലേറ്റ്സ്, ഒലിഫിൻ, അരോമാറ്റിക് ടൈപ്പ് ഉണ്ട്. സോ ബേസിക്കലി സെൻട്രൽ ആറ്റം ഓർ അയോൺ ബോണ്ട് ലിഗാൻഡ് ആണെന്ന് പറഞ്ഞു. സോ സെൻട്രൽ ആറ്റം സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, ലിഗാൻഡ് ക്യാരക്ടർ പറഞ്ഞു, കോംപ്ലക്സ് അയൺ ഫോർമേഷൻ ഞാൻ പറഞ്ഞു. ഇലക്ട്രിക്കലി ചാർജ് മെറ്റൽ കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്ന കോംപ്ലക്സ് അയൺ എന്ന് പറയും. സോ മെറ്റൽ അയോൺസ് സെൻട്രൽ ഉണ്ടാവും, സറൗണ്ട് ബൈ മോളിക്യൂൾസ് ഓർ അയോൺസ് എന്ന് പറഞ്ഞു. സോ ചീലേറ്റ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലിഗാൻഡ് ബോണ്ടാന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞ സെയിം കാര്യം. സോ ഇവിടെ പോളിഹെഡ്രൽ ലിഗാൻഡ്സ് ഉണ്ടായിരിക്കും, സിംഗിൾ സെൻട്രൽ ആറ്റം ആയിരിക്കും. ഈ ഒരു പിക്ചർ മറന്നു പോരുത് കേട്ടോ. ആൻഡ് ഒലിഫിൻ കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഹൈഡ്രോജൻ കാർബൺ ഉണ്ടായിരിക്കും, ഇത് ലിങ്ക്ഡ് ബൈ ഡബിൾ ബോണ്ട് ആയിരിക്കും. അൺസാച്ചുറേറ്റ് ഹൈഡ്രോ കാർബൺ എളുപ്പമാണ്. ചീലേറ്റിംഗ് ഏജന്റ് ഞാൻ പറഞ്ഞു, ചീലേറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ചീലേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. സോ അരോമാറ്റിക് ഇച്ചിരി കോംപ്ലക്സ് ആണ്. സോ നമ്മൾ അറീൻസ് എന്ന് പറയുന്നുണ്ട്. സോ കോൺജുഗേറ്റ് പ്ലാനർ റിംഗ് സിസ്റ്റം ഉണ്ട്, അവിടെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഉണ്ട്. സോ സിഗ്മ ബോണ്ട് പറയുകയാണെങ്കിൽ എന്താണ്, അതൊരു സ്ട്രോങ്സ്റ്റ് ടൈപ്പ് ഓഫ് കോവലന്റ് കെമിക്കൽ ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഫോംഡ് ബൈ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. സോ പൈ ഓർബിറ്റൽ ആണെങ്കിൽ എങ്ങനെയാണ്, ഒന്ന് മറ്റൊന്നിന്റെ പേര്. അപ്പൊ 2 lobes of an orbit on one atom overlap by 2 lobes of an orbit of another atom laterally. പിന്നെ സാൻഡ്വിച്ച് കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്, ഹെപ്പാറ്റിക് കോവലന്റ് ബോണ്ട് ഉണ്ട്, 2 അറീൻ ലിഗാൻസ്, അതായത് 2 അരോമാറ്റിക് ലിഗാൻസുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി റിങ്ങിന് ഇടയിലായിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ബേസിക്കലി 5 മാർക്കൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനിക് മോളിക്കുലർ കോംപ്ലക്സ് ആണ്. സോ മോളിക്യൂൾ വിത്ത് മൾട്ടിപ്പിൾ കാർബൺ ആറ്റം സച്ച് as ബെൻസീൻ ആൻഡ് അസറ്റിക് ആസിഡ് ഡിറ്റാച്ച് ഇൻ ഇന്റർസ്റ്റെല്ലർ സ്പേസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇൻ കെമിസ്ട്രി. സോ ബേസിക്കലി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, ബെൻസീനും അസറ്റിക് ആസിഡും ഒക്കെ ഉണ്ടായിരിക്കും. സോ ബേസിക്കലി ഡിറ്റാച്ച്ഡ് ഇൻ ഇന്റർസ്റ്റെല്ലാർ സ്പേസ്. അപ്പം ഇങ്ങനെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് പുറത്തേക്ക് തള്ളി പ്രൊജക്ട് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു 3 dimension എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ക്യുനോൻ ഹൈഡ്രോൺ കോംപ്ലക്സ് എന്ന എക്സാമ്പിൾ പറയുന്നത് എ മോളിക്കുലർ കോംപ്ലക്സ് കമ്പൗണ്ട് ഓഫ് ഇക്വിമോളർ പി ബെൻസോക്വിനോൺ ആൻഡ് ഹൈഡ്രോക്വിനോൺ. അതായത് ഹൈഡ്രോക്വിനോന്റെയും പി ബെൻസോക്വിനോന്റെയും ഇക്വിമോളാർ മിക്സ്ചറിനെയാണ് നമ്മൾ ക്യുനോ ഹൈഡ്രോൺ കോംപ്ലക്സ് എന്ന് പറയാം. ഫീച്ചറിങ് ഫേസ് ടു ഫേസ് ചാർജ് ട്രാൻസ്ഫർ, ഇന്ററാക്ടിങ് ആൻഡ് ഹൈഡ്രോജൻ ബോണ്ടിങ്. എങ്ങനെയാണ്, ഫേസ് ടു ഫേസ് ചാർജ് ട്രാൻസ്ഫറിങ് ഉണ്ടാവും ആൻഡ് ഹൈഡ്രോജൻ ബോണ്ടിങ്ങും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ബേസിക്കലി എന്താണ്, ഇത്രയും മാത്രം അല്ലെങ്കിൽ ക്യുനോൻ ഹൈഡ്രോൺ കോംപ്ലക്സ് പറയുമ്പോൾ ഹൈഡ്രോ ക്യുനോൻ. അപ്പം ഇതിനെ തിരിച്ചു തന്നിട്ടാൽ മതി, ഹൈഡ്രോക്യുനൻ അങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ പി ബെൻസോക്യുനൻ. സോ ബെൻസോ എന്ന് ആഡ് ചെയ്താൽ പിന്നെ ബെൻസോക്യുനൻ എന്നും കിട്ടും.
അങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. സോ ബെൻസോക്വിനൈൻ്റെയും ഹൈഡ്രോക്വിനൈൻ്റെയും ഇക്യുമോള കോംപ്ലക്സ് മിക്സ്ചർ ആണ് എന്നുള്ളതാണ്. ഫേസ് ടു ഫേസ് ചാർജ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, മറന്നു പോകരുത്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് കഫീൻ കോംപ്ലക്സ് ആണ്. ബെൻസോക്കെയിൻ, പ്രൊക്കെയിൻ, ടെട്രാക്കെയിൻ ഒക്കെ കോംപ്ലക്സ് വിത്ത് കഫീൻ. സോ ഇങ്ങനെയുള്ള ഡ്രഗ്സുകളെല്ലാം എന്ത് ചെയ്യുന്നു, കഫീനുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. മെനി അസിഡിക് ഡ്രഗ് ആർ നോൺ ടു ഫോം കോംപ്ലക്സ് വിത്ത് കഫീൻ ആസ് വെൽ. അപ്പൊ കഫീനുമായിട്ട് ഒരുപാട് അസിഡിക് ഡ്രഗ് എന്ത് ചെയ്യാറുണ്ട്, കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞത് ഇവിടെ എന്താണ്, പി ബെൻസോക്വിനൈനും ഹൈഡ്രോക്വിനൈനും തമ്മിലുള്ള കോംപ്ലക്സേഷൻ റിയാക്ഷൻ ആണ് പറഞ്ഞത്. രണ്ട് കഫീൻ കോംപ്ലക്സ് എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ബേസിക്കലി ബെൻസോക്വിനും കഫീനും മാത്രം പഠിക്കുക, അല്ലെങ്കിൽ പ്രൊക്കീനും കഫീനും മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ടെട്രാസൈക്ലിനും കഫീനും മാത്രം പഠിക്കുക. ഏതെങ്കിലും 2-3 എക്സാമ്പിൾ നോക്കി വെക്കുക, മറ്റേതൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഫുൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. So next one is inclusion complex, last complex ആണ്. So molecule compound where one compound host molecule spatially enclose another guest molecule with a significant affecting host framework structure. So ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മോളിക്യൂളായിട്ട് ഹോസ്റ്റ് മോളിക്യൂൾ ഉണ്ടായിരിക്കും. സോ ഇതിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള മോളിക്യൂള് സ്പേഷ്യലി വന്നിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഏകദേശം ഈ ഒരു ഫ്രെയിം ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഇൻക്ലൂഷൻ കോംപ്ലക്സ് എന്ന് പറയാം. സോ അതിൽ ക്ലത്രേറ്റ്സ് പറയാം. പോളിമറിക് കോമ്പൗണ്ട് ദെൻ കംപ്ലീറ്റ്ലി എൻവലപ്പ് ദ ഗെസ്റ്റ് മോളിക്യൂൾ ഇൻക്ലൂഡിംഗ് ഹോസ്റ്റ് ഗെസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ഇൻക്ലൂഷൻ കോംപ്ലക്സ്. കണ്ടോ, ഈ കൾട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിമറിക് കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഗെസ്റ്റ് മോളിക്യൂൾസ് കംപ്ലീറ്റ്ലി എൻവലപ്പ് ദ ഗെസ്റ്റ് മോളിക്യൂൾസ്. കണ്ടോ, ഗസ്റ്റ് മോളിക്യൂൾ കംപ്ലീറ്റ്ലി എൻവലപ്പ് ചെയ്യുന്നു. അവിടെ ഹോസ്റ്റും ഗസ്റ്റും കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, ഇൻക്ലൂഡിംഗ് ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ഇൻക്ലൂഷൻ കോമ്പൗണ്ട്. സോ ബേസിക്കലി ഇവിടെ ഈ കൾട്രേറ്റ്സിൽ നടക്കുന്ന വെച്ചാല് നമ്മുടെ ഇവിടെ ഹോസ്റ്റും ഗസ്റ്റും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ആൻഡ് ഇൻക്ലൂഷൻ കോമ്പൗണ്ട്. സോ ഇവിടെ നിങ്ങൾ ഇൻക്ലൂഷൻ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹോസ്റ്റും ഗസ്റ്റും കോംപ്ലക്സ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഷൻ കോമ്പൗണ്ട്സും ഉണ്ട് എന്നുള്ളത് എഴുതുക. രണ്ട് ചാനൽ ലാറ്റിക് ടൈപ്പ് ആണ്. കോംപ്ലക്സ് വിയർ ദ ഹോസ്റ്റ് ഫോം എ ക്യാവിറ്റി ഓർ ക്രിസ്റ്റൽ ലാറ്റിക് വിത്ത് ലോങ് ടണൽ ഓർ ചാനൽ കണ്ടെയ്നിങ് ഗസ്റ്റ് മോളിക്കുലർ എൻട്രി. സോ ഗസ്റ്റ് മോളിക്കുലർ എൻട്രിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ചാനൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവിടേക്ക് എന്ത് ചെയ്യുന്നു, വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ലാറ്റിക് ടൈപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് മോണോ മോളിക്കുലർ ടൈപ്പ് ആണ്. ഇവിടെ എൻട്രാപ്മെന്റ് ആണ്. ഈ സിംഗിൾ ഗസ്റ്റ് മോളിക്യൂൾസിനെ ക്യാവിറ്റിലേക്ക് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുക, ഹോസ്റ്റ് മോളിക്യൂൾസിനെ ക്യാവിറ്റിലേക്ക് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുക. ഓഫൺ യൂസിങ് സൈക്ലോഡെക്സ്ട്രീൻ as host. സോ സൈക്ലോഡെക്സ്ട്രീൻ ഹോസ്റ്റ് ആയിട്ട് നിർത്തിയിട്ട് ബാക്കിയുള്ള മോളിക്യൂൾസിനെ പിടിച്ചു നിർത്തുന്നു. അപ്പൊ ഇൻക്ലൂഷൻ കോംപ്ലക്സ് പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ഹോസ്റ്റ് സെൽ ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ, എനിക്ക് നിങ്ങളെല്ലാവരെയും പിടിച്ച് അടുത്തോട് നിർത്തണം എന്ന് വെച്ചോളൂ. ഞാനാണ് ഹോസ്റ്റ് സെല്ല്, നിങ്ങളെല്ലാം ഗസ്റ്റ് മോളിക്യൂൾസ്, നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് ഒരു ഫ്രെയിം ലൈക്ക് സ്ട്രക്ചറിൽ നിർത്തുന്നു. ഇനി കൾട്രാറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, ഗസ്റ്റ് മോളിക്യൂൾസിനെയും കൂടെ എൻവലപ്പ് ചെയ്യും, ഫുള്ളി കവർ ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും കേട്ടോ. രണ്ട് ചാനൽ ലാറ്റിക് ആണ്. ഞാനൊരു ക്യാവിറ്റി, ഒരു ഡോറ് വെക്കുന്നു, ഡോറ് വഴി മാത്രം നിങ്ങളെ കടത്തി ഞാൻ വിടുന്നു എന്നുള്ളതാണ്. രണ്ട് മോണോമോളിക്കുലർ ടൈപ്പാണ്. ഇവിടെ ഒരൊറ്റ ചാനൽ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരൊറ്റ മോളിക്യൂളിനെ മാത്രമായിരിക്കും എൻട്രാപ്പ് ചെയ്യുക, ഓരോ ക്യാവിറ്റിയിലും എൻട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ബേസിക്കലി ആപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. വേണമെങ്കിൽ ചോദിച്ചേക്കാം, ചാൻസ് ഉണ്ട് കേട്ടോ. സോ പ്രോപ്പർട്ടി ഓൾട്ടറേഷൻ ആണ്. സോ കോംപ്ലക്സേഷൻ കൊണ്ടുകൊണ്ട് നമുക്ക് പല ഡ്രഗിന്റെ പ്രോപ്പർട്ടീസും സോലബിലിറ്റിയും മാറ്റാൻ പറ്റും, ഓൾറെഡി പറഞ്ഞു. പിന്നെ ആന്റോട്ടിൻ പോയിസണിലൊക്കെ പല ആന്റോട്ടിക്, ഇപ്പോൾ ചീലറ്റിംഗ് ഏജൻസ് ഒക്കെ ആന്റോട്ടിട്ടൊക്കെ ഹെവി മെറ്റൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രഗ് അബ്സോർപ്ഷൻ എൻഹാൻമെന്റ്, ഡ്രഗിന്റെ അബ്സോർപ്ഷനെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് ഹെപ്പാനിലൊക്കെ ചീലറ്റിംഗ് ഏജന്റ് ലൈക്ക് EDT ഉപയോഗിക്കാൻ പറ്റും, സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൊക്കേനൊക്കെ 26 മുതൽ 46 മണിക്കൂറൊക്കെ ഈ കഫീനുമായിട്ട് കോംപ്ലക്സ്, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി കോംപ്ലക്സ് ഫോം ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റി കിട്ടും. മിക്കവാറും ആപ്ലിക്കേഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 5 മാർക്കിനൊക്കെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ചോദിക്കാം. സോ ഈ ആപ്ലിക്കേഷൻ എഴുതുക, നമ്മുടെ 2 എക്സാമ്പിൾ എഴുതി വെക്കുക. ഈ ആപ്ലിക്കേഷൻ ഓരോന്നിന്റെ എക്സാമ്പിൾസും ഡയഗ്നോസിൽ എങ്ങനെയാണ്, ബ്ലഡ് പ്രിസർവേഷനിൽ എങ്ങനെയാണ്, ഡ്രഗ് അസൈൽ എങ്ങനെയാണെന്നുള്ള ഓരോ ഞാൻ എടുത്ത് മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മിനിമം 3 പഠിക്കുക. ഇത് എഴുതാം, ഈ 4 പോയിന്റ് എഴുതാൻ, ഇവിടെ ഇതിലൊരു 3-4 നിങ്ങൾ പഠിക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് എഴുതാം, ഡ്രഗ് അസേ, ബ്ലഡ് പ്രിസർവേഷൻ, ഡയഗ്നോസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് എഴുതിയാലും മതി, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ ബൈൻഡിങ് ഇൻ ഡ്രഗ് ആണ്. പ്രോട്ടീൻ ബൈൻഡിങ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സോ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പ്രോട്ടീൻ ബൈൻഡിങ് ഈസ് ക്രൂഷ്യൽ ഇൻ ആന്റി മൈക്രോബിയൽ തെറാപ്പി. ആന്റി മൈക്രോബിയൽ തെറാപ്പിയിൽ പ്രോട്ടീൻ ബൈൻഡിങ് വളരെ അത്യാവശ്യമാണ്. സോ ആക്ടിങ് ആസ് എ ഡ്രഗ് ഡിപ്പോ ടു മെയിൻറ്റെയിൻ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ എബോവ് ദ ബാക്ടീരിയൽ മിനിമം ഇൻഹിബിറ്ററി
ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. അതായത് നമ്മളെ ബോഡിയിൽ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് വെച്ചോളൂ, ആ ബാക്ടീരിയ കൊല്ലാൻ തരത്തിൽ അല്ലെങ്കിൽ ആ കൊല്ലാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മരുന്നിന്റെ അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, അതായത് ബാക്ടീരിയക്ക് ഒരു മിനിമം ആയിട്ടുള്ളൊരു ഒരു ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ഉണ്ട്. അതായത് എക്സാമ്പിൾ, ഇതൊരു ബാക്ടീരിയ ആണ്, ദാമു എന്ന ബാക്ടീരിയ ആണെങ്കിൽ ദാമു എന്ന ബാക്ടീരിയ കൊല്ലാൻ 20 ഗ്രാം മരുന്ന് മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 25 ഗ്രാം എന്നുള്ളത് എൻ്റെ ബോഡിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുവാണ്. ദാറ്റ് മീൻസ് ബാക്ടീരിയക്ക് ചത്തേ പറ്റൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതാണ് സിഗ്നിഫിക്കൻറ്റ്, ഇതാണ് പ്രോട്ടീൻ ബൈൻഡിങ് എന്നല്ല, ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഇനി എഫക്ട് ഓൺ ഡ്രഗ് ആക്ടിവിറ്റി. സോ പ്രോട്ടീൻ ബൈൻഡിങ് ക്യാൻ ചേഞ്ച് ദ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് അറ്റ് ഇറ്റ് സൈറ്റ് ഓഫ് ആക്ഷൻ ഓർ ഓൾട്ടർ ദ റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ അഫക്റ്റിംഗ് ദ ഡ്യൂറേഷൻ ഓഫ് എഫക്റ്റീവ് കോൺസെൻട്രേഷൻ. സോ ബേസിക്കലി പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിന്റെ എഫക്റ്റ് മാറ്റുകയോ ഓൾട്ടർ ചെയ്യുകയോ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൈറ്റ് ഓഫ് എവിടെയാണോ ആക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തേണ്ടത്, അതിനൊക്കെ ഈ പ്രോട്ടീൻ ബൈൻഡിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പറയുവാണെങ്കിൽ പ്രോട്ടീൻ ടിഷ്യൂ റിലേറ്റഡ് ഫാക്ടർ, ഇപ്പം എക്സാമ്പിൾ നമ്മളെ ഇപ്പോൾ കാർഡിയക് ടിഷ്യൂ അല്ലെങ്കിൽ നെഫ്രിക് ടിഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിലെ ടിഷ്യൂ പോലെ ആകണം, എല്ലാ ടിഷ്യൂ ഒരുപോലെ ആകണം എന്നില്ല. അപ്പോൾ അത് വ്യത്യാസം വന്നേക്കാം. ഡ്രഗ് ഇൻട്രാക്ഷൻ ആകാം, ഡ്രഗ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ലൈക്ക് പേഷ്യൻ റിലേറ്റഡ് ഫാക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ ഫുഡ് ഫാക്ടേഴ്സ് ആകാം. അപ്പം ഒരുപാട് ഫാക്ടേഴ്സും ഇതിനുണ്ട്. അപ്പോൾ ഇതിലൂടെ വാസ്റ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന റെഫറൻസ് നോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. സോ ഡ്രഗ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണെങ്കിൽ ഫിസിക്കൽ കെമിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, കോൺസെൻട്രേഷൻ ബോഡി, അഫിൻ ടുവേർഡ് പ്രോട്ടീൻ ഓർ ടിഷ്യൂ. ബേസിക്കലി പ്രോട്ടീനും ടിഷ്യൂനും ഡ്രഗിനോട് കൂടുതൽ അഫിനിറ്റി ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകും. ചില സമയത്ത് വേറെ എവിടെയെങ്കിലും കയറി ഇരുന്നിട്ട് പ്രോപ്പർ അബ്സോർപ്ഷൻ തരുന്നുണ്ടാവില്ല. പിന്നെ പ്രോട്ടീൻ ടിഷ്യൂ ഫാക്ടർ ഉണ്ട്, അവിടെയും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി, കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട് അനുസരിച്ചാണ് പ്രോട്ടീൻ ബൈൻഡിങ് ഉണ്ടായിരിക്കുക. പ്രോട്ടീൻ കുറവാണെങ്കിൽ പ്രോട്ടീൻ ബൈൻഡിങ് കുറയും. നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ് കുറവാന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? കുറയും അല്ലേ. ഇനി പേഷ്യൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്, ഇത് നിങ്ങൾക്ക് തള്ളാൻ പറ്റുന്ന ഒരുപാട് പേപ്പർ നിറക്കാൻ പറ്റുന്നതാണ്. ഏജ്, ഇൻഡോസെൽ വേരിയേഷൻ, ഡിസീസ് ഒക്കെ വന്നാൽ ദാറ്റ് മീൻസ് അത് അഫക്റ്റ് ചെയ്യുമല്ലോ. ഇത് നമ്മൾ ഇച്ചിലൂടെ ഇവിടെ റെഫറൻസിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കാതിരിക്കരുത്, ഇത് വായിക്കുക കേട്ടോ. സോ മെത്തേഡ് ഓഫ് അനാലിസിസ് ഫോർ പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ഉണ്ട്. സോ ഇവിടെ അത്രയും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇക്വിലിബ്രിയം ഡയാലിസിസ് മെത്തേഡ്, ഡൈനാമിക് ഡയാലിസിസ് മെത്തേഡ് ആൻഡ് ഡേറ്റ അനാലിസിസ്. ഈ 3 ടൈപ്പ് ഉണ്ട് എന്നത് മനസ്സിലാക്കി വെക്കുക. നമുക്കിന് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് നോക്കുക, പ്രോട്ടീൻ ബൈൻഡിങ്ങിന്റെ എന്താണെന്നുള്ളത് നോക്കുക. ഈ 2 കാര്യം മാത്രം പഠിച്ചാൽ മതി. എന്തായാലും ഇവിടെ നിന്നൊരു 5 മാർക്കിനോ 10 മാർക്കിനോ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. സോ മെത്തേഡ് ഓഫ് അനാലിസിസ് ഫോർ പ്രോട്ടീൻ ബൈൻഡിങ് സെപ്പറേറ്റ് ക്ലാസ് നമുക്ക് നോക്കാം. താങ്ക് യു.